ഹലോ സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെൻ്റ് എക്സാം സ്പെഷ്യലിൻ്റെ 5ാം ക്ലാസ്സിന് റെഡിയാണല്ലോ. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. 41ാമത്തെ ചോദ്യം നോക്കൂ. ഓക്കെ, അതിനു മുമ്പ് എന്താ വേണ്ടത്? പേനയും പേപ്പറും എടുത്ത് റെഡിയാവുക കേട്ടോ. 41ാമത്തെ ചോദ്യം. ദ നാച്ചർ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ഡയമെൻഷൻസ്. എ പാർട്ട്, check the correctness of the equation v equal to u plus at by the method of dimensional analysis. B part, besides the 7 base units, there are 2 more units in SI. The unit of solid angle is dash. C part, which one of the following is a dimensional constant? അതായത് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻ്റ് ആണ് ചോദിക്കുന്നത്. ബ്രാക്കറ്റിൽ ചോയ്സ് തന്നിട്ടുണ്ട്. റിലേറ്റീവ് എറർ ഓഫ് എ മെഷർമെൻറ്റ്, റിലേറ്റീവ് ഡെൻസിറ്റി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, സ്ട്രെയിൻ. ഓക്കെ, ചോദ്യം ക്ലിയർ ആണല്ലോ? ചെയ്യൂ. ഇതിൽ എ പാർട്ടിൻ്റെ ആൻസർ നമ്മൾ വർക്ക് ഫോർ യു എന്ന സെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി തുടങ്ങിയത്. അപ്പോൾ അത് ആ വർക്ക് ഫോർ യുയിലുണ്ട്, ഒന്നും കൂടെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ബി പാർട്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിലെ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളാണ് ഏതൊക്കെയാ? ആംഗിളും സോളിഡ് ആംഗിളും. രണ്ടിൻ്റെയും യൂണിറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആംഗിളിൻ്റെത് റേഡിയൻ ആയിരുന്നു അല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണോ? സ്റ്റെറേഡിയൻ. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ. ഓക്കെ. സി പാർട്ട് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഡയമെൻഷണൽ കോൺസ്റ്റന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലാകെ ഒരു കോൺസ്റ്റന്റ് ചോയ്സ് തന്നിട്ടുള്ളൂ അല്ലേ. റിലേറ്റീവ് എറർ, റിലേറ്റീവ് ഡെൻസിറ്റി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, സ്ട്രെയിൻ. അപ്പോൾ പെട്ടെന്ന് എഴുതിക്കൂടെ? ഏതാണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 42. സെലക്ട് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എ, ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് ദ സെയിം ഡയമെൻഷൻസ്. ഇയറിനും ലൈറ്റ് ഇയറിനും ഒരേ ഡയമെൻഷനാണ് എന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഇയറിനും ലൈറ്റ് ഇയറിനും ഒരേ ഡയമെൻഷനാണോ? ഇയർ എന്ന് പറയുന്നത് ടൈമാണ് അല്ലേ. ലൈറ്റ് ഇയറോ ലെങ്ത് ആണ്. അപ്പോൾ ഒരേ ഡയമെൻഷൻ ആയിരിക്കുമോ? അല്ല. അപ്പോഴേ നമുക്കതെന്ത് ചെയ്യാം? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അങ്ങ് ഉറപ്പിക്കാം. ഇനി അടുത്ത നോക്കൂ. ബി, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനും ആക്സിലറേഷനും ഒരേ ഡയമെൻഷൻ ആണെന്ന്. എന്താ ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? അറിയോ? അതന്നെ. അതായത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസിനെയാണ് എന്ത് പറയുക? ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുക. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് മാസ്. അപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ തന്നെയല്ലേ കിട്ടുക അല്ലേ? നിങ്ങൾ എഫ് ഈക്വൽ ടു എം എ എന്ന് പഠിച്ചിട്ടുമുണ്ട്. ഇനി ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, gm/r². അപ്പോഴും അതെന്താണ്? എഫ് ഡിവൈഡഡ് ബൈ എം തന്നെയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനും ആക്സിലറേഷനും ഒരേ ഡയമെൻഷൻ തന്നെയാണ്. ആ പ്രസ്താവന ശരിയാണ്. ഇനി തേർഡ് വൺ നോക്കൂ. 1 ആങ്സ്ട്രം ഇസ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവറേജ് ദൂരമാണ് 1 ആങ്സ്ട്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ? അല്ല. ആ ആവറേജ് ദൂരത്തിന് എന്താ പറയുക? മറന്നുപോയാ? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലേ? അതെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ. 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വളരെ ചെറിയ ദൂരത്തിൻ്റെ യൂണിറ്റാണ്. 10⁻⁻10 മീറ്ററിനെയാണ് ആങ്സ്ട്രം എന്ന് പറയുക. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ ആ പ്രസ്താവനയും തെറ്റാണ്. ഇനി ഡി പാർട്ട് നോക്കൂ. പാർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ടൈം. ആണോ? പാർ സെക്കൻഡ് എന്ന് വന്നാൽ അത് യൂണിറ്റ് ഓഫ് ടൈം എന്നാണോ? അല്ല. പാർ സെക്കൻഡ് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ
യൂണിറ്റ് ആണ്. അപ്പോൾ ആ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ നിങ്ങളോട് ഇതിലെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? അതെ, ബി പാർട്ട് അല്ലേ, ബി. ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. Question number 43. The centripetal force on a body depends on mass of the body, velocity and radius of circular path. Find the expression for centripetal force acting on the body by using principle of dimensional analysis. Take constant k equal to 1. ചോദ്യം ക്ലിയർ ആണോ? സെൻട്രിപെറ്റൽ ഫോഴ്സിനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? മാസ്, അതിന് നമുക്ക് എം എന്ന് കൊടുക്കാം. വെലോസിറ്റി വി എന്ന് കൊടുക്കാം. റേഡിയസ് ആർ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. ഓൾറെഡി നമ്മൾ നേരത്തെ വെലോസിറ്റിയോ സൗണ്ടൊക്കെ ഡിറൈവ് ചെയ്തിരുന്നു. അതേ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് അമർത്തിയിട്ട് ആ പ്രോബ്ലം ഒന്ന് ചെയ്യൂ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ആൻസർ നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡെറിവേഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഏത് ക്വാണ്ടിറ്റിക്കാണ് ഇക്വേഷൻ എഴുതേണ്ടത്? അപ്പോൾ അത് ഇവിടെ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് ആണ്. പ്രൊപ്പോർഷണൽ ടു 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് തന്നത്? എം, വി, ആർ. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എം വി ആർ എന്ന് എഴുതാം. ഇനി അതിന് നമ്മൾ ഓരോ പവേഴ്സ് കൊടുക്കണം. ഓക്കെ, അത് എ ബി സി എന്നോ കെ എൽ എം എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, തൽക്കാലം എ ബി സി എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് എഴുതണം? അതൊരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എഫ് ഈക്വൽ ടു, അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം, കെ എം റേഷ്യു എ വി റേഷ്യു ബി ആർ റേഷ്യു സി എന്ന് കൊടുക്കുക. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കൂ. ഇനി എന്താ ചെയ്യുക? രണ്ട് ഭാഗത്തെയും ഡയമെൻഷൻസ് എടുക്കുക അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. M1 L1 T റേഷ്യു -2. അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്ത് നോക്കുക? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ L1 T റേഷ്യു -2 ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് M1 L1 T റേഷ്യു -2 ഈക്വൽ ടു ആ കെ നമുക്ക് കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ എം മാസാണ്, അതിൻ്റെ ഡയമെൻഷൻ എം റേഷ്യു 1 എന്നാണ് വരിക. പവർ എ എന്ന് കൊടുക്കുക. വെലോസിറ്റിയുടെ ഡയമെൻഷൻ L1 T റേഷ്യു -1 പവർ ബി എന്ന് കൊടുക്കുക. ഇനി ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, റേഡിയസ് എന്ന് പറഞ്ഞാലും ലെങ്ത് തന്നെയാണ്. അപ്പോൾ എൽ റേഷ്യു 1 റേഷ്യു സി എന്ന് കൊടുത്തു അല്ലേ. ഇനി ആ പവേഴ്സൊക്കെ ഒന്ന് മാറ്റി എഴുതും നമുക്ക്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ M1 L1 T റേഷ്യു -2, റൈറ്റ് ഹാൻഡ് സൈഡിലോ എം റേഷ്യു എ എൽ റേഷ്യു ബി ടി റേഷ്യു -ബി എൽ റേഷ്യു സി എന്ന് കിട്ടി അല്ലേ. ഇനി ആ പവേഴ്സിന് നമുക്കൊന്നും കൂടി ഒന്ന് ചുരുക്കി എഴുതണം. അപ്പോൾ M1 L1 T റേഷ്യു -2 ഈസ് ഈക്വൽ ടു എന്താ വരിക? എം റേഷ്യു എ എന്ന് വന്നു. എല്ലിൻ്റെ പവർ എന്തൊക്കെയുണ്ട് അല്ലേ? ബിയും ഉണ്ട് സിയും ഉണ്ട്. അപ്പോൾ എൽ പവർ ബി പ്ലസ് സി എന്നാണ് വരിക അല്ലേ. ഇനി ടിയുടെ പവറോ? അതെ, -2b അല്ലേ. അങ്ങനെയല്ലേ കിട്ടിയേ? ഓക്കെ, ചെയ്ത് നോക്കണം കേട്ടോ. ടിയുടെ പവർ -2b അല്ല -b എന്നേ ഉള്ളൂ. 2 ഇല്ലല്ലോ, 2 അപ്പുറത്തല്ലേ വന്നത്. അപ്പം -b എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 3 ക്വാണ്ടിറ്റികളായിട്ട് നമ്മൾ എഴുതിയല്ലേ. അതായത് മാസ്, ലെങ്ത്, ടൈമിൻ്റെ ടേമിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൊണ്ടുവന്നു. ഇനി എന്താ ചെയ്യുക? രണ്ട് ഭാഗത്തെയും ഡയമെൻഷൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്യൂ. അതായത് എമ്മിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുക, എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുക, ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എമ്മിൻ്റെ പവർ എ ആണ്, അപ്പുറത്ത് അതിൻ്റെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? 1 ആണ് അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് -b എന്നുണ്ടായിരുന്നു ടിയുടെ പവർ അല്ലേ. അപ്പുറത്ത് ടിയുടെ പവർ -2 എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടില്ലേ? അതെ, -b ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ എന്താ? b ഈക്വൽ ടു 2 എന്നാണ്. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. b പ്ലസ് സി ഈക്വൽ ടു 1 എന്നല്ലേ. അപ്പോൾ സി ഈക്വൽ ടു എന്തായിരിക്കും? -1. ഇനി നമുക്കിപ്പോൾ പവേഴ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഓൾറെഡി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരുന്നു കെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഇക്വേഷൻ 1 ഒന്ന് കൊടുക്കൂ. അപ്പോൾ എഫ് ഈക്വൽ ടു K1 ആയിപ്പോയി. എം അതെ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്നല്ലേ വരിക. പവർ -1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം?
താഴെയാണ് എഴുതുക കേട്ടോ. ഡിവൈഡഡ് ബൈ ആർ എന്നാണ് എഴുതുക. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈ രീതിയിൽ ചെയ്യണം. ഏത് ക്വാണ്ടിറ്റി, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, നേരെ അങ്ങ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 44. ഇതേ ചോദ്യം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ. വെൻ ദ പ്ലാനറ്റ് ജൂപ്പിറ്റർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 824.7 million kilometers from the Earth, its angular diameter is measured to be 35.72 second of arc. Calculate the diameter of Jupiter. ഈ ഒരു പ്രോബ്ലം ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? അതെ, പാരലാക്സ് മെത്തേഡിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ദൂരം ചോദിക്കാം, ഡയമീറ്റർ ചോദിക്കാം, പല രീതിയിൽ പ്രോബ്ലംസ് വരാറുണ്ട്. പിന്നെ ഇത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു മാഷ്. ആംഗിൾ എപ്പോഴും നമ്മൾ റേഡിയനിലാണ് കാൽക്കുലേഷൻസിൽ ചെയ്യുക. അപ്പോൾ ഡിഗ്രി ആയാലും മിനിറ്റ് ആയാലും സെക്കൻഡ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കൂ. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഇനി ആൻസർ ഒന്ന് നോക്കിയേ. നമുക്ക് ജൂപ്പിറ്ററിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ടു ജൂപ്പിറ്റർ, അതിന് എസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു 824.7 million kilometer എന്നാണ്. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. പിന്നെ കിലോമീറ്റർ, കിലോ എന്ന് പറയുമ്പോൾ 10⁻3. അപ്പോൾ നമ്മൾ ടോട്ടലി മീറ്ററിലേക്ക് മാറ്റിയാൽ 10⁻9 മീറ്റർ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ദൂരം നമുക്ക് തന്നിരിക്കുന്നത് എസ് ഈക്വൽ ടു 824.7 ഇൻറ്റു 10⁻9 മീറ്റർ. ആംഗുലാർ ഡയമീറ്റർ തീറ്റ ഈസ് ഈക്വൽ ടു 35.72 സെക്കൻഡ് ആണ്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് നേരിട്ട് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? എങ്ങനെയാ? അതെ, 35.72 ഇൻറ്റു 4.85 ഇൻറ്റു 10⁻6 റേഡിയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം, എന്നാലും പിന്നെയും നമ്മൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ചെയ്യാൻ പറ്റും. ദസ് ദ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ ഈക്വൽ ടു എന്താ വരിക? എസ് ഇൻറ്റു തീറ്റ. ആ രണ്ട് വാല്യൂസ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യൂ. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ്? നോക്കിയേ, ചെയ്ത് നോക്കിയോ? നമുക്ക് ആൻസർ കിട്ടുന്നത് 142.8 ഇൻറ്റു 10⁻6 മീറ്റർ. ക്ലിയർ? Question number 45. The correctness of equation can be checked using the principle of homogeneity of dimensions. A. State the principle of homogeneity. B. Using this principle, check whether the equation is dimensionally correct. Equation ഏതാണ്? F equal to 2 pi root L by G, where F frequency, L length and G acceleration due to gravity. C part. The velocity v of a particle depends on time t as v equal to at square plus bt. Find the dimensions and units of a and b. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഡയമെൻഷൻസ് ആൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻസ് ചെയ്യൂ. നിങ്ങൾ സ്വന്തമായിട്ട് എപ്പോഴും ചെയ്യാനൊന്ന് ട്രൈ ചെയ്യൂ. നിൻ്റെ എ പാർട്ട് ബൈ ഹാർട്ടായില്ലേ? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, അത് കറക്റ്റായിട്ട് അങ്ങ് എഴുതി വയ്ക്കുക. ബി പാർട്ട് നോക്കൂ. ഓൾറെഡി ഈ ഇക്വേഷൻ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇത് തെറ്റാണ് അല്ലേ? സിമ്പിൾ പെൻഡുലത്തിൽ നിങ്ങൾ പഠിക്കുന്നത് ടി ഈക്വൽ ടു 2 pi root L by G എന്നാണ്. അതായത് ടൈം പീരിയഡ് ആണ് ഈ രീതിയിൽ ഇക്വേഷൻ എഴുതുക. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി വരിക. അപ്പോൾ ആക്ച്വലി ഇക്വേഷൻ തെറ്റാണ്, ബട്ട് നമുക്കത് ഡയമെൻഷനലി പ്രൂവ് ചെയ്യണം തെറ്റാണെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക? ചെയ്ത് നോക്കൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻ കണ്ടു നോക്കുക. രണ്ടും തുല്യമാണെങ്കിൽ ഇക്വേഷൻ കറക്റ്റാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇക്വേഷൻ തെറ്റാണ്. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ് എന്നാണ് അല്ലേ? അപ്പോൾ T⁻−1 എന്നാണ് വരിക. ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ അതിൽ 2 pi കൺസിഡർ ചെയ്യണ്ട, റൂട്ട് L by G അല്ലേ? റൂട്ട് ഓഫ് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L⁻1,
ജി ആക്സിലറേഷൻ ഡോട്ട് ഗ്രാവിറ്റിയാണ്, ആക്സിലറേഷൻ അതേ ഡയമെൻഷൻ, അപ്പോൾ ഡിവൈഡഡ് ബൈ L1 T⁻². ആ എല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയും, ആ T⁻² മുകളിലോട്ട് പോവും. അപ്പോൾ എന്ത് വരും? √T². √T² എന്ന് പറഞ്ഞാൽ T⁻1 തന്നെ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് LHSഉം RHSഉം തുല്യമാണോ? അല്ല. LHSന് T⁻1 എന്ന് കിട്ടി അല്ലേ, RHSലോ T⁻1 എന്നാണ് കിട്ടിയത്. അപ്പോൾ ദേ ആർ നോട്ട് ഈക്വൽ, therefore the equation is wrong. ക്ലിയർ ആയോ? ഇനി അതിൻ്റെ ആ തേർഡ് പാർട്ട് നോക്കൂ, ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ വെലോസിറ്റി ഈക്വൽ ടു AT² + BT എന്നാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ഓർമ്മയുണ്ടാവണം, L1 T⁻1 എന്നാണ്. അപ്പോൾ AT² എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷനും വെലോസിറ്റിയുടെ ഡയമെൻഷനും ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏഴ് ഡയമെൻഷൻ കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? L1 T⁻³ എന്നാണ് വരിക അല്ലേ. അതിൽ നിന്ന് യൂണിറ്റ് നേരെ അങ്ങ് എഴുതിയാൽ മതി, മീറ്റർ സെക്കൻഡ് (-3) എന്ന് എഴുതാം. ഇനി ബിയുടെ ഡയമെൻഷനോ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് ബി വരുന്നത്. അപ്പോൾ L1 T⁻² എന്നാണ് വരിക. ദെൻ യൂണിറ്റ് എഴുതുമ്പോൾ മീറ്റർ സെക്കൻഡ് (-2). Question number 46. Velocity cannot be added to temperature. എന്ന് വെച്ചാൽ എന്താ? ടെമ്പറേച്ചറിൻ്റെ കൂടെ വെലോസിറ്റിയെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കൂട്ടാൻ പറ്റില്ല. ക്ലിയർ? എ, ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്? ഫിസിക്സിലെ ഏത് ലോയാണ് ഇതിൻ്റെ ബേസിസ്? ഏതാണ്? രണ്ട് ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യണമെങ്കിൽ അല്ലേ, അതുപോലെ സബ്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഇത് ഏത് ലോയാണ് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് അല്ലേ, നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ഇനി ബി പാർട്ട് നോക്കൂ. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ PV = Fx, where P is the pressure, V is the volume, F is the force and X is the displacement. ക്ലിയർ ആയോ? അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെയ്ത് നോക്കിയേ. എ പാർട്ടിൻ്റെ ആൻസർ മാഷ് നേരത്തെ പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഇനി ബി പാർട്ട്, ആ ഇക്വേഷൻ നമുക്ക് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ LHSൻ്റെയും RHSൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. PV എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? പ്രഷറിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു അല്ലേ വോളിയത്തിൻ്റെ ഡയമെൻഷൻ. ഇനി പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? M1 L-1 T⁻². ഇനി വോളിയം L3. അപ്പോൾ ആ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യൂ, ML2 T⁻². അപ്പോൾ ഇതാണ് PVയുടെ ഡയമെൻഷൻ. ഇനി അതേപോലെ RHSൽ F × X എന്നാണ് തന്നുള്ളത് അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ML T⁻² ഇൻറ്റു ദൂരം L⁻1. അപ്പോൾ കിട്ടുന്നത് ML2 T⁻². ദാറ്റ് മീൻസ് ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. ദസ് ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഇത്രയേ ഉള്ളത് ചെയ്യാൻ. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. PV എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാലും വർക്ക് ഡൺ ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ തന്നെയാണ്. ഇക്വേഷൻ കറക്റ്റ് ആണ്. Question number 47. The volume of water flowing out through a pipe in a given time is V = Ka² ut, where A is the area of cross section of the pipe, U is the speed of flow, T is the time, and K is a dimensionless constant. A. Name the principle that can be used to check the dimensional correctness of this equation. B part. Check the correctness of the equation. ഈ ചോദ്യം നിങ്ങൾക്ക് 2020 അല്ലേ നിങ്ങളുടെ മാർച്ച് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 2020 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെയാണ് മുമ്പൊരു പരീക്ഷയ്ക്ക് ഇതേപോലെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഓൾറെഡി ചെയ്തതാണ്. ആ പഴയ ചോദ്യം ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ബാക്കോട്ട് പോയിട്ടൊന്ന് റെഫർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 48th one.
മെൻഷൻ എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. നമ്മുടെ ഈ ഡയമെൻഷണൽ മെത്തേഡിന് ഒരുപാട് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഡ്രോബാക്ക് എന്ന് ചോദിക്കാം, ഫെയിലേഴ്സ് എന്ന് ചോദിക്കാം, ക്ലിയർ, ലിമിറ്റേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് കുറച്ച് ലിമിറ്റേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തെല്ലാമാണ് അതിൻ്റെ ലിമിറ്റേഷൻ? പറയൂ. ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൊടുക്കാറുണ്ടല്ലോ അല്ലേ? ആ കോൺസ്റ്റന്റിന്റെ വാല്യൂവിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വൺ ഓഫ് ദ ലിമിറ്റേഷൻ. ദ മെത്തേഡ് ഡസ് നോട്ട് ഗീവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് കെ. ഇനി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മൂന്നിൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ മാസ് ലെങ്ത് ടൈം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു പോരുന്നത് അല്ലേ? അപ്പോൾ ഇറ്റ് ഫെയിൽസ് വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. മൂന്നിൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇറ്റ് ഫെയിൽസ് വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ സം ഓർ ഡിഫറൻസ് ഓഫ് 2 or more ക്വാണ്ടിറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് v = u + at എന്നോ s = ut + ½ at² എന്നോ ഒക്കെയുള്ള ഇക്വേഷൻസ് ഒരിക്കലും ഡയമെൻഷണൽ മെത്തേഡ് വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ചെക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു, അതായത് പ്ലസ് എന്ന് പറഞ്ഞ് മറ്റൊരു ടേം നമുക്ക് ഡിറൈവ് ചെയ്തുണ്ടാക്കാൻ ഈ ഒരു മെത്തേഡിൽ പറ്റില്ല. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ്. ഇനി എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ള വൺ ഓഫ് ദ ലിമിറ്റേഷനാണ്. അതായത് ഒരു ഇക്വേഷനിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ ലോഗരിതമിക് ഫംഗ്ഷനോ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള ഇക്വേഷൻസ് തന്നിട്ട് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ ലോഗരിതമിക് ഫംഗ്ഷനോ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനോ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻസിനെ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റില്ല. ക്ലിയർ? ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ആംഗിളിൻ്റെ ടേമിൽ വരുന്നത് വേണമെങ്കിൽ നമുക്ക് നോക്കാം, അതായത് ഡയമെൻഷൻ ഉണ്ടാവില്ല, അപ്പോൾ ഡയമെൻഷൻ വരാൻ പാടില്ല. അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസിൽ ഒരു 2-3 ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയോ? ഈ ലാസ്റ്റ് ലിമിറ്റേഷൻ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ചോദിക്കാറുണ്ട്. ഇറ്റ് ഫെയിൽസ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഇൻവോൾവിംഗ് ട്രിഗണോമെട്രിക് ലോഗരിതമിക് ആൻഡ് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടൊക്കെ പലതും തരാറുണ്ട്. അപ്പോൾ അത് ട്രിഗണോമെട്രി ആണോ ലോഗരിതമിക് ആണോ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണോ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇതുവരെയായിട്ട് നമ്മൾ ഡയമെൻഷൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു. ഓക്കെ, ഇനി വരുന്നത് എറേഴ്സും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും വരുന്നൊരു ഭാഗമാണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഡയമെൻഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.